അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലിന്റെ നടപടിയിൽ സംശയം ഉന്നയിച്ച് നിതിൻ രാജിന്റെ കുടുംബം. പ്രിൻസിപ്പലിന്റെ മുറിയിൽ എന്താണ് സംഭവിച്ചതെന്നത് വ്യക്തമാക്കണം. നിതിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നൽകിയ ചികിത്സയിലും വലിയ സംശയങ്ങൾ ബാക്കിയാണെന്ന് നിതിന്റെ കുടുംബം പറഞ്ഞു. അതേസമയം നിതിന്റെ മരണത്തിൽ കാരണക്കാരായ കോളേജ് അധികൃതർക്കെതിരെ കർശന നടപടിയെടുക്കാൻ ഗവർണർ നിർദ്ദേശിച്ചു. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട വലിയ സംശയങ്ങളാണ് ബാക്കി നിൽക്കുന്നത്. അതാണ് കുടുംബം ഉന്നയിക്കുന്നതും. ലത എന്ന് പറയുന്ന ടീച്ചർക്ക് ഭീഷണി വന്നുവെന്ന് കരുതി നിതിൻ ആത്മഹത്യ ചെയ്യില്ലെന്ന് സഹോദരി രാഖി പറഞ്ഞു. ആ സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം, അവൻ ഫോൺ അവിടെ വെച്ചിട്ട് പോയി എന്ന് പറയുന്നുണ്ട്. ഒരിക്കലും ഫോൺ അവ അവിടെ വെച്ചിട്ട് ഒരു സ്റ്റുഡൻസും വെച്ചിട്ട് പോകില്ല. ഫോണ് അവർ പിടിച്ചു വാങ്ങിച്ച് വെച്ചതായിരിക്കും. അതിനകത്ത് എന്തൊക്കെ നടന്നിട്ടുണ്ടായിരുന്നെന്നോ ആരൊക്കെ ഉണ്ടായിരുന്നെന്നോ ഇവരെന്ത് സംസാരിച്ചെന്നോ ഉള്ള ഒരു ഡീറ്റെയിൽസ് അവർ പറഞ്ഞിട്ടില്ല. നിതിൻ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടിയത് സംബന്ധിച്ചും വലിയ സംശയം നിലനിൽക്കുന്നതായി സഹോദരി പറഞ്ഞു. നിതിന്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നില്ല എന്നതും സംശയാസ്പദമാണ്. പോരാത്തതിന് അവ അവിടെ നിന്ന് ചാടിയ പൊക്കം ഇപ്പോൾ കണ്ട വീഡിയോസിലൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് ചാടിയത് എത്രത്തോളം ദൂരത്തിൽ, അവിടെ നിന്ന് വീണ് കഴിഞ്ഞാൽ വീണതൊരു കെട്ടുകല്ലിൻ്റെയൊക്കെ പുറത്താണ്. അവിടെ ബ്ലഡിന്റെ ഒരു സാമ്പിളോ ഒന്നുമില്ല. എന്ത് ചികിത്സ നൽകിയെന്നതിലും വ്യക്തതയില്ല. നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും എത്രയും വേഗം റാമിനെയും സംഗീതയെയും കണ്ടെത്തണമെന്നും നിതിന്റെ കുടുംബം ആവശ്യപ്പെടുന്നു. അതേസമയം ചാൻസലർ കൂടിയായ ഗവർണറും വിഷയത്തിൽ ഇടപെട്ടു. നിതിന്റെ മരണത്തിന് കാരണമായ കോളേജ് അധികൃതർക്കെതിരെ കർശന നടപടിയെടുക്കാൻ ഗവർണർ നിർദ്ദേശിച്ചു. ആരോഗ്യ സർവകലാശാല VC മോഹനൻ കുന്നുമലിനാണ് നിർദ്ദേശം നൽകിയത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.